ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൻ ക്രമിലേക്ക് സ്വാഗതം. മാജിക് അവനിലൂടെ നമ്മൾ വ്യത്യസ്തമായ പല പല വിഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിരിയാണി ആണോ എന്ന് വെച്ചാൽ ബിരിയാണിയല്ല, എന്നാൽ ബിരിയാണി പോലെയൊക്കെ ചെയ്യുന്ന ഒരു പുലാവ്. ഇതാണ് ബീഫ് പുലാവ്. ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീറ്റ് പുലാവ് എന്ന് വേണമെങ്കിലും പേരിടാം. ബീഫിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പൈസ കൂടുതലുണ്ടെങ്കിൽ മട്ടണിലും ചെയ്യാം. അപ്പോൾ മട്ടൺ എന്ന് പറഞ്ഞാൽ വില കൂടിയ കാര്യമാണ് അല്ലേ, ആട്ടിറച്ചി. അപ്പോൾ അത്രയും പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കുറഞ്ഞ ഇറച്ചിയിലേക്ക് പോകുമ്പോൾ ബീഫാകാം. ബീഫിന് എന്തായാലും മട്ടൻ്റെ വിലയില്ല. പിന്നെ ബീഫിൽ തന്നെ മട്ടൺ പോലെ തോന്നിക്കാനായിട്ട് ടെൻഡർ ബീഫ്, അതായത് കുറച്ച് ഇളം കന്നിൻ്റെ ഇറച്ചി, അതിന് വീൽ ബീഫ് എന്ന് പറയും, അതിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ വീൽ ബീഫിലാണ് ഈ പുലാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം ബിരിയാണി അരി 3 കപ്പ്, പട്ട 2 കഷ്ണം, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: വീൽ ബീഫ് 1/2 കിലോ കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം വലിയ കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 2 ഇടത്തരം അരച്ചെടുത്തത്, മുളക് പൊടി 2 ടീസ്പൂൺ, സാജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, കശകശ പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പുതിനയില അരിഞ്ഞത് 1/4 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, നെയ്യ് 4 ടീസ്പൂൺ, പാൽ 1/4 കപ്പ്, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ. നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം. ഒന്നര മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ. എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ, സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 കാര്യങ്ങളാണ് ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചി പേസ്റ്റ് രൂപത്തിൽ ചേർക്കുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക, വലിയ സ്പൂൺ. അതുപോലെ വെളുത്തുള്ളിയും ഇപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർക്കും. അതിനോടൊപ്പം നമ്മൾ പച്ചമുളക്, ഇപ്പോൾ 2 പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ നിറം ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് സവാള അരിഞ്ഞത്, 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ചേർക്കും. ഇതിങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. അത് ശരിക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി കിടന്ന് മൂക്കുന്നൊരു മണമുണ്ട്. ആ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിറം ചെറുതായി മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 2 വലിയ സവാള എടുക്കാം, ഇടത്തരമായാലും കുഴപ്പമില്ല. അപ്പോൾ സവാളയുടെയും കൂടി നിറമൊന്ന് മാറി തുടങ്ങണം. അതുവരെ എണ്ണയിലിട്ട് വഴറ്റുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് വാടി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി തുടങ്ങി. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്നു. നല്ല മണം, ഇപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു മണമായിട്ട് വരികയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. ഇപ്പോൾ 2 സവാളയാണുള്ളത്. ഇനി തീ ഒരൽപ്പം കുറയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ലെവലല്ല, കുറച്ച് കുമിച്ചെടുക്കുക. 2 നിറച്ചെടുക്കുക. 2 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർക്കാം. അതിനോടൊപ്പം മസാലയുടെ ഐറ്റംസ്, 1 ഗരം മസാല പൊടി, എല്ലാ മസാലയും കൂടി ചേർന്ന് പൊടിച്ചാണ് ഗരം മസാല പൗഡർ, അതൊരു 1 ടീസ്പൂൺ ഫുള്ളിടുന്നു. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, ഏലക്ക മാത്രമായിട്ട് പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ട കാര്യം സാജീരകം പൊടിച്ചത്. സാജീരകം എന്ന് വെച്ചാൽ ചെറിയ ജീരകമാണ്. സാജീരകം അത് ബിരിയാണിയുടെയൊക്കെ ഒരു സ്പെഷ്യലാണ്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തിട്ട് പൊടിക്കുക. അത് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കുക. അതൊരു പ്രത്യേക മണം നമ്മുടെ പുലാവിന് കിട്ടും. ഇത് ബിരിയാണിക്കെല്ലാം സാധാരണ ചേർക്കുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം കശകശ പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ. കശകശ പൊടിച്ച് കിട്ടാൻ വലിയ പാടാണ്. അതും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക, ഒന്ന് വറുത്തിട്ട് പൊടിക്കുക. അപ്പോൾ പൊടികളെല്ലാം മൂത്തൊരു മണം വന്നു. പെട്ടെന്ന് തന്നെ മൂക്കും, കാര്യം നല്ല ചൂടായി കിടക്കുകയല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന
2 ടൊമാറ്റോ 2 വലിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് ടൊമാറ്റോ പ്യൂറി ഫ്രഷായിട്ട് പ്യൂറി ചെയ്തെടുത്ത്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത ടൊമാറ്റോയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന ഒരു പാകമായി. ഇതിലേക്ക് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, പുതിനയുടെയും മല്ലിയിലയുടെയും ഒരു മണം. ഇനി വേണ്ടത് തൈരാണ്. തൈര് 1 കപ്പ് എടുത്ത് വയ്ക്കുക. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും വേണ്ട. ടൊമാറ്റോയും കൂടെ ചേർക്കുകയാണെങ്കിൽ ടൊമാറ്റോ 2 ചേർക്കുകയാണെങ്കിൽ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പ് തൈരായാലും മതി. തൈരും ചേർത്തു. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഇളതാണ്, അതാണ് ഈ ഒരു മട്ടൻ്റെ നിറമല്ലേ, അതും ചേർക്കാം. 1/2 കിലോ. അപ്പോൾ നമ്മളുടെ ബീഫും ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് കൂടി ചേർക്കാം. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് അവിടേക്ക് വെള്ളം വെക്കണം. അതായത് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം. അപ്പോൾ അരി നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വയ്ക്കുക. നിറച്ച് വെള്ളം വെച്ചിട്ട് 3 കപ്പ് അരി വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് അത് വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞു, ഉപ്പും ചേർത്തു. ഇനി ഈ മിശ്രിതം, അതായത് ഇറച്ചിയും അതിൻ്റെ മസാല എല്ലാം കൂടി ചേർന്ന് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുന്നു. എന്നിട്ട് 3-4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായത് ബീഫ് വേകുന്നവരെ. ഇത് വീൽ ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് കുക്കറിലേക്ക് മാറ്റും. കുക്കർ അടുപ്പിലേക്ക് വെച്ചു. ഇനി ഇറച്ചിയുടെ മിശ്രിതം അതിലേക്ക് മാറ്റും, മസാലയോടുകൂടി. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും, അത് മതിയാകും. വെന്ത് അപ്പോൾ കുക്കർ അടയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് വീണ്ടും ഒരു 3 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം, ചെറിയ രീതിയിൽ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീൽ ബീഫ് റെഡിയാകും. വെന്തിട്ടുണ്ടാവും, മസാല റെഡിയാകും. നമ്മളുടെ പുലാവിന് വേണ്ട ബീഫ് മസാല റെഡിയാകും. എന്തായാലും നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മളുടെ വെള്ളം വെട്ടിത്തിളക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പട്ട, ഒരു 2 കഷ്ണം പട്ട ഇടാം. പട്ടയുടെ പീസസ് 2-3 പീസ് ഇടാം. പിന്നെ അതിനോടൊപ്പം ഒരു 4 ഗ്രാമ്പൂ, 4-5 ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഒരു മണം വരണം, അത്രേ ഉള്ളൂ. ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, ഒരു 4 ഏലക്ക. ഇതെല്ലാം വെള്ളത്തിലേക്ക് ചേർത്ത് ഇതും കൂടി ഒന്നിച്ചിടണം, തിളക്കട്ടെ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി കുറച്ച് വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വച്ചിരിക്കുന്ന ബസ്മതി റൈസ്. ഏത് തരം ബിരിയാണി അരി ആകാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചോളൂ. ഇത് 3 കപ്പ് ഞാൻ അളന്നെടുത്തതാണ്. അപ്പോൾ ഇത് 1/2 കിലോ എന്ന് വെച്ചാൽ 1/2 കിലോയെക്കാട്ടി ഇച്ചിരി കൂടെ കാണും. 1 കിലോയുടെ പാക്കറ്റിൽ നിന്ന് 3 കപ്പ് അളന്നെടുത്തതാണ്. അത് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അരി ചേർത്തു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 3 കാര്യങ്ങൾ ഹോൾ സ്പൈസസ് മുഴുവനോടെ ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ അരി ഇപ്പോൾ ഒരു പകുതി വേഗമായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ചോറിനാവശ്യമുള്ള ഉപ്പ്. ഇപ്പോൾ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കണം. കൂടുതൽ വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഉപ്പെല്ലാം കൂടുതൽ വെള്ളത്തിലൊക്കെ പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിടുക. ആവശ്യാനുസരണം അത് ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട്. ഇത് ഹാഫ് കുക്ക്ഡ്, ഇനിയും വേകാനുണ്ട്. ഒരു 3/4 ഭാഗം വേഗം. ഇപ്പോൾ നമ്മളുടെ ബസ്മതി റൈസ് ഒരു 3/4 വേഗമായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും പകുതി ഭാഗമാണ് നമ്മൾ ആദ്യം ഊറ്റാൻ പോണത്. അതിനൊരു സ്ട്രെയിനർ, നമ്മൾ കണ്ണാപ്പ പോലത്തെ ഒരു തവിയിൽ ഈ രീതിയിൽ ഊറ്റിയെടുത്ത് മതിയാകും. ഏകദേശം പകുതി.
ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ടില്ല, മസാല ഇനി ഒരു വിസിലിനും കൂടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. വൈറ്റ് കളറിലെ റൈസ്, വെള്ള കളറിലെ ചോറ് വെന്ത് മാറ്റി കഴിഞ്ഞു. ഇനി ഈ ബാക്കിയിരിക്കുന്നതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ റൈസിൽ കുറച്ചൊരു മഞ്ഞ കളറ് വരും. അപ്പോൾ ഈ ചോറ് വൈറ്റ് ആയിരിക്കില്ല, യെല്ലോ കളറായിരിക്കും, ഒരു മഞ്ഞ നിറത്തിലെ ചോറ്. ഇനി നമ്മുടെ മഞ്ഞ ചോറും കണ്ടല്ലോ, മഞ്ഞ കളറിലെ ചോറുടെ റെഡി. വെള്ളത്തിൽ നിന്ന് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി എടുക്കുക. അങ്ങനെ 3/4 വേഗിൽ വൈറ്റ് റൈസും യെല്ലോ റൈസും നമ്മൾ വേവിച്ചെടുത്ത് ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ 4ാമത്തെ വിസിലിട്ടു തീ ഓഫ്. ഇനി ഇതിൻ്റെ ആവി ഒന്ന് കുറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച് മാറ്റിയിട്ട് കുക്കർ തുറന്നു നോക്കുക. അപ്പോൾ നമ്മളുടെ ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ടോ, ചാറെല്ലാം ആവശ്യത്തിനുണ്ടോ, എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ കുക്കറിൻ്റെ ചൂടൊക്കെ പോയി ഞാൻ അടപ്പ് തുറന്ന് നോക്കി. അപ്പം നന്നായിട്ട് പാകത്തിന് വെന്ത കുറുകിയ ചാറോടുകൂടി നമ്മളുടെ ബീഫ് മസാല ഇവിടെ റെഡിയാണ്. ഇത് വീൽ ബീഫിൻ്റെ മസാലയാണ്. ഇനി നമ്മൾ ഇതിനെ ബീഫ് പുലാവാണല്ലോ, അപ്പം പുലാവാക്കി മാറ്റണ്ടേ. അപ്പോൾ ബീഫ് മസാല റെഡി, ചോറ് 2 നിറത്തിലുള്ളത് റെഡിയായി. ഇനി നമ്മൾ ഓവനിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് ഓവനാണ് നമ്മുടെ അവസാന ഭാഗം ആവശ്യം. ഇലക്ട്രിക് ഓവനിൽ ഏതാണ്ട് ഒരു 30 മിനിറ്റ് സമയം അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കും. ഒരു പക്ഷേ ഓവൻ ഇല്ലാത്ത ആൾക്കാർ, ഇലക്ട്രിക് ഓവനൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ലെയറായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ് സമയം ദമ്മിടുക. അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വൈറ്റ് കളർ വേവിച്ചെടുത്ത ചോറ് വെള്ളച്ചോറ് ഏകദേശം 3/4 ഭാഗം വെന്ത് കഴിഞ്ഞു. ആദ്യം ആ റൈസ് ഇടുന്നു. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് അതവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബീഫ് മസാല ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ യെല്ലോ റൈസ്, ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു 1/4 കപ്പ് പാലെടുത്ത് വയ്ക്കുക. അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു 1/4 കപ്പ് പാൽ ഇതുപോലെ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത്. ഇനി ബാക്കി 1, 2, ഒരു 3-4 ആകാം, ഇത്രയായാലും മതി. ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. ഇപ്പോൾ താഴെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി മുകളിലേക്ക്. ഇത് ചൂടാകുമ്പോൾ നെയ്യ് ഇങ്ങനെ ഉരുകി താഴേക്ക് ഇറങ്ങിക്കും. ഇനി നമ്മൾ നല്ല ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞു. ഇത് ദമ്മിടുകയാണെങ്കിൽ അടുപ്പിൽ ചെറിയ തീയിൽ കുറച്ച് നേരം വയ്ക്കുക. 10-15 മിനിറ്റ്. അടിയിലൊരു തവ പോലെ ദോശക്കല്ല് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പാത്രം ഇറക്കി വെച്ച് അല്ലെങ്കിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് സമയം ചൂട് കൊടുക്കുക. അതല്ലെങ്കിൽ മുകളിലും താഴെയും കനലിട്ടാലും നല്ലതാണ്. ഇതൊന്നും വേണ്ട, നമ്മളൊരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുകയും ചെയ്യും. അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ല ആവി പറക്കുന്നത് കണ്ടോ, നല്ല മണമുള്ള ഒരു പുലാവിൻ്റെ മണമുള്ള നല്ല രസം. എന്താ പറയുക, ബീഫ് പുലാവ് എന്ന് പറഞ്ഞാൽ ബീഫ് പുലാവാണ്. ആ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. പാത്രം നല്ല ചൂടാണ്, അതുകൊണ്ടൊന്നും ചെറുതായിട്ട് പിടിച്ച് ഇങ്ങനെ ഒരു സൈഡ് ചെയ്യുന്ന നമുക്ക് നോക്കാം. കണ്ടല്ലോ, എല്ലാം പാകത്തിനായിട്ടുണ്ട്. താഴേക്ക് മുകളിലത്തെ ഭാഗത്തുള്ള യെല്ലോ റൈസ്, താഴേക്കുള്ള വൈറ്റ് റൈസിലേക്ക് ആ ബീഫ് മസാലയിലെ ഓറഞ്ച് കളറ്
മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൾട്ടി കളറാണ്, എല്ലാം കൂടി ഒരു സമ്മിശ്ര സമ്മേളനമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല മണവും രുചിയുമുള്ള ഒരു പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് ആവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഉണ്ട്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു ഐസ്ക്രീമാണ്. പക്ഷേ ഇത് നമ്മൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം. സാധാരണയായിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി പല പ്രാവശ്യമായിട്ട് മാജിക് ആവിലൂടെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും അത്രയും പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാതെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഐസ്ക്രീം മിക്സ് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ അതിന് വേറെ ഒന്നും വേണ്ട. ആദ്യം വേണ്ടത് ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഐസ്ക്രീം മിക്സ്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് വാങ്ങുക. ഇതിപ്പോൾ ഐസ്ക്രീം മിക്സിൻ്റെ സ്ട്രോബെറി ഫ്ലേവറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ പല ഫ്ലേവേഴ്സും കിട്ടും. വാനില, പിസ്റ്റ, ചോക്ലേറ്റ്, എന്ത് വേണമെങ്കിലും ആകാം. നമ്മൾക്കിപ്പോൾ ഇവിടെ സ്ട്രോബെറി ഫ്ലേവറിലെ ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം മിക്സ് എടുത്തു. അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിനകത്തൊരു വേറൊരു പാക്കറ്റുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന കംപ്ലീറ്റ് പൗഡർ, ഇത് ഐസ്ക്രീം മിക്സാണ്. നമ്മൾ ഒരു ബൗളിലേക്ക് പറ്റുന്നിടത്തോളം ഒരു പ്ലാസ്റ്റിക് ബൗൾ, അല്ലെങ്കിൽ പിന്നെ ഒരു അലൂമിനിയം പാത്രം, പിന്നെ കുഴിയുള്ളൊരു പാത്രം, അതിലാണ് ഈ പൗഡർ ഇടുന്നത്. ഇത് 100 grams ആണ്, 100 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഇതിങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം, 200 ml വെള്ളം. ഇത് 240 ml ഗ്ലാസ്സാണ്. അതിൻ്റെ അത്ര നിറച്ച് വെള്ളം വേണ്ട. ഒരു 200 ml വെള്ളം, ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളം ഒഴിക്കും. എന്നിട്ട് നല്ല ഒരു വിപ്പർ അല്ലെങ്കിൽ ഒരു എഗ് ബീറ്റർ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പതുക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു 3 മിനിറ്റ് വരെ വിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, നല്ല ഹൈ സ്പീഡിൽ. അപ്പോൾ ഇതിങ്ങനെ നല്ല തിക്കായി വരും, കുറുകി വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് സമയം വരെ, 40 മുതൽ ഏതാണ്ട് 1 മണിക്കൂർ സമയം വരെ ആകാം, സമയമുള്ളതുപോലെ 40 minutes to 1 hour, 60 minutes ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായി വരുമ്പോൾ വീണ്ടും അത് പുറത്തേക്ക് എടുത്തിട്ട് ഇതേ വിപ്പർ ഉപയോഗിച്ചിട്ട്, ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വിപ്പ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി ഇങ്ങനെ കൊഴുത്തൊരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഒരു 7-8 മണിക്കൂർ നമ്മൾ സാധാരണ ഒരു ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊടുക്കുക. നല്ല സ്ട്രോബെറി ഐസ്ക്രീം റെഡിയാകും. എന്തായാലും ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ മാറ്റാം. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി ഐസ്ക്രീം മിക്സിൽ നന്നായിട്ട് അതായത് നമ്മളുടെ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം മിക്സ് പൗഡറും കുറച്ച് തണുത്ത വെള്ളം, 200 ml ചിൽഡ് വാട്ടർ, നല്ല ഐസ് വാട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു 3 മിനിറ്റ് സമയം നമ്മളൊന്ന് ബീറ്റ് ചെയ്തു ബ്ലെൻഡർ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു 40 മിനിറ്റ് സമയം തണുപ്പിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് സെറ്റായി. എന്നിട്ടിപ്പോൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നത്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് വീണ്ടും പതഞ്ഞിട്ടുണ്ട്. ഒരു ശരിക്കും ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക്, സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രം ഒന്ന് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് വീണ്ടും ഒന്ന് ഫ്രീസ് ചെയ്യണം. ഒരു 8 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഫ്രോസൺ ആയി കഴിയുമ്പോൾ നമ്മളുടെ സ്ട്രോബെറി ഐസ്ക്രീം റെഡിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിലാക്കി. അങ്ങനെ നമ്മുടെ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ പിസ്റ്റ ഫ്ലേവർ, വാനില, പല ഫ്ലേവേഴ്സിലും പിന്നെ ഐസ്ക്രീം മിക്സ് വാങ്ങാൻ പറ്റും. അപ്പോൾ
പരീക്ഷ നോക്കുക. ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.